സൗണ്ട് കേൾക്കണ കൂടി ചിലപ്പോൾ അലർജി ആവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാളായിട്ട് ഇരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിൽ നിങ്ങൾ ഏത് ഒരാളാണെങ്കിലും നിങ്ങൾ ദൈവത്തിലേക്കുള്ള വഴി നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ പകുതി ദൂരം എത്തിയില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെന്തായാലും ഇത് അലേർട്ടായിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് വിദേശത്തായിരുന്നെങ്കിൽ എന്താവും, എങ്ങനെയാവും? അതായത് അല്ല, ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ നാടിന്. അതായത് പിന്നെ ഇവിടെ നമ്മുടെ ഈ ഉൾ റോഡിലൂടെ പോകുമ്പോൾ, ഇടവഴികൂടെ പോകുമ്പോൾ, അല്ല നാട്ടുവഴികൂടെ പോകുമ്പോൾ, മെയിൻ നാഷണൽ ഹൈവേയിൽ കയറുമ്പോൾ, ഇല്ലെങ്കിൽ മെയിൻ ഹൈവേയിൽ കയറുമ്പോൾ, മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഒക്കെ കാണുന്നത് കമ്പിക്കാലാണ്. അതായത് കറണ്ടിൻ്റെ കമ്പിക്കാല്. ഇത് വിദേശത്തായിരുന്നെങ്കിൽ എന്താവും അർത്ഥം? ഉണ്ടാവും, കമ്പിക്കാലം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവിടെയൊക്കെ മണ്ണിൻ്റെ ഇടയിൽ കിടക്കുന്ന കറണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഫുള്ള് കമ്പിക്കാലായിട്ട് നമുക്ക് ശരിക്ക് പുറത്തുനിന്നവർ കാണുമ്പോൾ തന്നെ ഈ കമ്പിക്കാലിന് മൊത്തം പറയുന്ന രീതി തന്നെ ശരിയല്ല. എന്ത് നാടാണത്? കമ്പിക്കാലുള്ള, അതായത് പുറത്ത് ഉള്ള നാടും രാജ്യങ്ങളുണ്ട്. കേരളം നേരെ മറിച്ച് ഒരു പ്രത്യേകതയാണ്. ലോകത്ത് എവിടെ ഉണ്ടാവോ എനിക്കറിയില്ല. ഈ ഭൂമിയിൽ എവിടെ ഉണ്ടാവില്ല ശരിക്കും. അത് ഒരു നാട്ടുകാരും ഒരു രാജ്യക്കാരും ഒരു